ശരണ്യ എന്തോ എണ്ണം പെശകിയ ഇന്ന് നമുക്ക് തൊഴിൽ തിരക്കായോണ്ട് പാചകമൊന്നും ഇല്ലേ? ഇന്ന് കൂട്ടുകാരെ നമുക്ക് പാചകമൊന്നുമില്ല. നമുക്കിപ്പോ ഓണത്തിരക്കിന്റെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പേര് ഓണഫണ്ടില് ഓണക്കിറ്റിന് വേണ്ടിയുള്ള ഒരു ഓർഡറാണ് കൂട്ടുകാർ. ഇത് കണ്ടോ, നമ്മളെ അടിപൊളി ശർക്കര പുരട്ടി നമ്മുടെ ചിപ്സും. ഇന്നത്തെ സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ ഇതാണല്ലേ. കണ്ട നല്ല അടിപൊളി ശർക്കര പുരട്ടിയാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കവറിലൊക്കെ ആക്കി ഇനി ഇത് അടുക്കി അടുക്കി കൊടുക്കണം. അപ്പൊ ഞാനത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. കണക്കും തെറ്റി. ഇനി ഞാൻ ആദ്യം തൊട്ട് ഒന്നുകൂടെ എണ്ണം അത് കുഴപ്പമില്ല, ഞാനും കൂടി സഹായിക്കാം, എണ്ണി അടിക്കാനൊക്കെ സഹായിക്കാം. അപ്പോൾ കൂട്ടുകാർ ഇന്ന് അത് കാരണം ഞങ്ങൾക്ക് പാചകമൊന്നുമില്ല. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചോദിക്കാറുണ്ട് ഇന്ന പോലെ ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സാണോ എങ്ങനെയൊക്കെയാണ്. നമ്മൾ കുറച്ച് സാധനം നമ്മൾ സ്വന്തമായിട്ട് പാനിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുന്നത്, കുറച്ച് സാധനം നമ്മൾ പുറത്തുനിന്ന് എടുത്താണ് ചെയ്യുന്നത്. അത് നമ്മൾ മുൻപ് ഇതിലേക്ക് പറയുന്നുണ്ട്. എല്ലാ ഐറ്റവും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം പുറത്തുനിന്നുള്ള. പിന്നെന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മളിതിപ്പോൾ വർഷങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം കടക്കാർക്ക് മാത്രമേ, കച്ചവടക്കാർക്ക് മാത്രമേ നമ്മൾ സപ്ലൈ ചെയ്യുന്നുള്ളൂ. കാരണം നമ്മുടെ കൂട്ടുകാർ ഇത് കണ്ടിട്ടൊക്കെ ഒത്തിരി കൂട്ടുകാർ പറഞ്ഞ് ഇത് ഓൺലൈനായിട്ടൊക്കെ ചെയ്യുമെന്ന്. പക്ഷെ ഓൺലൈൻ നമ്മൾ ചെയ്യാത്ത വേറൊന്നും കൊണ്ടല്ല, ഇതൊക്കെ പാക്ക് ചെയ്ത് കൊറിയർ സ്ഥാപനത്തിൽ പോയി. അപ്പം ആ ഒരു നമ്മൾ ഇതിൻ്റെ ഇടക്കാണ് വീഡിയോ വരെ ചെയ്യുന്നത് അല്ലേ. ഈ തൊഴിലിൻ്റെ ഇടക്കാണ് വീഡിയോ വരെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓൺലൈനൊക്കെ ഓരോരുത്തർ പറയുമ്പോൾ അത് കറക്റ്റായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മളത് ചെയ്യണമെങ്കിൽ പിന്നെ അതേ എന്നുള്ള രീതിക്ക് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ കച്ചവടക്കാർക്ക് സ്ഥിരം കൊടുക്കണം, അവർക്ക് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ ആ ബിസിനസ്സിന് കോട്ടം വരും. അപ്പം അതൊക്കെ കൊണ്ടാണ് കേട്ടാ കൂട്ടുകാർ ക്ഷമിക്കണം ഞങ്ങളോട്. അപ്പം ഇന്ന് എല്ലാവരും ഓർക്കും അപ്പം ഈ 2 ഐറ്റം ഉള്ളതാണ്. അതല്ല, നോക്ക് അതെല്ലാം കാണിച്ചു തരാം. എണ്ണിക്കൊണ്ടിരിക്കണോണ്ട് അതെ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ചാണ് ഇതെല്ലാം ശരണ്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, ഈ ചിപ്സും ഇതൊക്കെ നമ്മൾ ഓണത്തിന് ഇങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലാതെ പിന്നെ എന്തൊരു ഓണാണല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഓണത്തിൻ്റെ ഏറ്റവും മെയിൻ കാര്യങ്ങൾ. പപ്പടം, പഴം, പായസം വേണമെങ്കിൽ ഈ 2 ഐറ്റവും വേണം. അങ്ങനെ കണ്ട നമ്മുടെ വീട്ടിൽ എല്ലാവരും തിരക്കിലാണ്. ശരണ്യ അവിടെ അടുക്കി കയറ്റുന്നു, നമ്മുടെ അച്ഛൻ പാക്ക് ചെയ്യുന്നു. കണ്ട, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീട്ടിലെ തിരക്കുകൾ, തൊഴിൽ തിരക്കുകളാണ്. ഇത് കണ്ട നമ്മുടെ അടിപൊളി ശർക്കര ഉരുട്ടിയാണ്, അതുപോലെ നമ്മുടെ ചിപ്സ്. അതെ, ശർക്കര വെട്ടിയും ചിപ്സിന്റെ പണി കൂടുതലുള്ളത് തിരക്കിലാകൊണ്ടാണ്. അതുകൊണ്ടാണ് വീഡിയോയിലൊക്കെ കൂടുതൽ സമയം കിട്ടത്തില്ല. അതെ, എല്ലാവരും അതിനോട് സഹകരിക്കുക. അതെ അതെ, നമ്മുടെ ശരണ്യ അങ്ങനെ തന്നെ നിന്ന് പോയി. എന്ത് പറ്റിയ ശരണ്യ? ഇതേ കണ്ട കൂട്ടുകാരെ, പാവ അത് അടുക്കി തീർന്നില്ല. അതെന്താണെന്ന് അറിയാവോ, അടുക്കിക്കൊണ്ടിരുന്നപ്പോ ഞാൻ വർത്താനം പറഞ്ഞപ്പോ പെശകിപ്പോയി. ഇപ്പൊ രണ്ടാമത് അടുക്കിക്കൊണ്ടിരിക്കും. അതെ. അപ്പൊ കൂട്ടുകാരെ, അപ്പൊ അതുകൊണ്ട് ഇന്ന് മറ്റു പാചക വീഡിയോയും ലോങ് വീഡിയോയും ഒന്നും കാണിക്കുന്നില്ല. തന്നെയാ നമ്മുടെ ഈ തൊഴിൽ ചെയ്യുന്ന പോലെ ഇന്നലെ ഞാനും അച്ഛനും കൂടി ഉണ്ടല്ലോ, ഒന്ന് നമ്മുടെ മാരാരിക്കുളം വരെ പോയ സമയത്തുണ്ടല്ലോ, മാരാരിക്കുളം അല്ല, നമ്മുടെ കലവൂര് വരെ പോയ സമയത്ത് ഒരു അപ്പച്ചൻ്റെ ഒരു തൊഴിൽ കാണണമായിരുന്നു, ഒരു പ്രായമായ ഒരു അപ്പച്ചൻ്റെ. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന തൊഴിൽ പോലെ തന്നെ ആ പ്രായത്തിലും ചെയ്യുന്നത് ശരണ്യനെയും കൂട്ടുകാരെയും ഒന്ന് കാണിച്ചാലോ? അപ്പം ഞങ്ങൾക്കത് മീനൊന്നും മേടിക്കാൻ സാധിക്കാഞ്ഞാൽ ഞങ്ങൾ പോയെന്നാൽ വൈകിട്ടേ തിരിച്ചു വരുവുള്ളായിരിക്കും. അപ്പോൾ ആ മീൻ ഇരുന്ന് ചീത്തയായി പോവുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മീൻ മേടിക്കാഞ്ഞത്. അപ്പം നമുക്ക് ആ വീഡിയോയിലൊക്കെ ഒന്ന് പോയാലോ? പോയേച്ച്
എന്നിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. എന്നാ മീനാണ്? ചെമ്മീനാണല്ലേ? പഴയ കാല പരിപാടിയാണല്ലോ ഇത്. ഉള്ളു ചെയ്യുന്നുള്ളല്ലേ? എവിടെ ചേട്ടന്റെ സ്ഥലം? കൊള്ളത്തേയില. അവിടെ നിന്ന് നടന്നു വന്നതാണല്ലേ ഇവിടം വരെ? പിന്നെ ഇപ്പൊ എങ്ങനെയാണ് ചേട്ടാ കച്ചവടങ്ങളൊക്കെ? വില കുറവില്ല. കച്ചവടക്കാരാ. ചേട്ടന്റെ പേരെന്താണ്? ജേക്കബ്. എത്ര വർഷമായി ചേട്ടൻ ഇത്? 50 വർഷമായി. വള്ളത്താലും പോകുമായിരുന്നു. ഇപ്പൊ 4-5 കൊല്ലമായിട്ട് വള്ളത്തെ കയറാൻ പാടില്ല. കാലിന്റെ വിട്ട് വലവലിക്കാനൊക്കെ. ഇപ്പൊ ചേട്ടന് എത്ര മക്കളുണ്ട്? 3 പേര്, 2 ആണും 1 പെണ്ണും. എന്ത് ചെയ്യുന്നവര്? എല്ലാരും കടലിൽ പോവുകയാണ്. പിന്നെ ഇനിയിപ്പോ അവർക്ക് മക്കളാരും പോവുക. അപ്പൊ ഈ രണ്ടിതിലും മീനാണ്? ഈ 2 പാത്രത്തിലും മീനാണ്. ചെമ്മിനാണ്. മീനുണ്ടായി തീർന്നത്. ഇപ്പൊ മത്തിയൊന്നുമില്ലേ? ഇപ്പൊ മത്തിയുടെ മുതലായിട്ട് എടുക്കാത്തത്. മത്തിക്ക് വില കൂടുതലാണ്. കാലത്തെ വന്ന മത്തിക്ക് 240 രൂപ 50 രൂപ അവിടെ വരികയുണ്ട്. അവിടെ നമ്മുടെ സ്ഥലത്ത് വിലയുണ്ട്. 18 മത്തിയാ കാണത്തുള്ളൂ. അത്ര വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ കടപ്പുറത്ത് ആ വിലയുണ്ട് ഇപ്പൊ. ഉച്ച കഴിഞ്ഞാൽ അവിടെ മീൻ കുറച്ച് വില കൊടുത്തിട്ട് ആരും മരിക്കും ചേട്ടാ. അതെ രാവിലെ ഉള്ളു. അതെ, രാവിലെ ഉള്ള കച്ചവടം മാത്രമേ ഇച്ചിരി കിട്ടത്തുള്ളൂ. ഇത്രേ ഉള്ളൂ. അപ്പൊ ചേട്ടൻ രാവിലെ ഇറങ്ങിയാണ്? അപ്പം രാവിലെ 9 മണിക്ക് ഇറങ്ങി. ഈ പ്രായത്തിലും ഇങ്ങനെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന അപ്പൂപ്പനെ ബിഗ് സല്യൂട്ട്. അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ തിരക്ക്. ഇതിന്റെ ഇടയ്ക്ക് അടുക്കളയിലെ നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ പോണം. അപ്പൊ അതിന്റെ ഇടക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കൂടി. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. കാരണം നിങ്ങളെല്ലാരും അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം. അപ്പൊ നല്ലൊരു വീഡിയോക്ക് ഞങ്ങൾ വരുന്നവരെ ബൈ.